ചൂരന്മല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഷിഹാബ് ജയിച്ചത് 735 വോട്ടുകളുടെ പുറത്ത്. 735 വോട്ട്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ശ്രീ ടി ഹംസ ലീഡാണ്, കംഫർട്ടബിൾ ലീഡാണ്. അപ്പോൾ ഈ ദുരന്തത്തിന്റെ അളവ് പോലും ഗ്രാമപഞ്ചായത്താണെന്ന് അങ്ങനെ ഏതെങ്കിലും തീരുമാനമുണ്ട്? ഇല്ല. ദുരന്ത ബാധിതരാണ് ഈ ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും വോട്ട് ചെയ്തിരിക്കണേ. തർക്കമില്ല. ദുരന്ത ബാധിതർ അവിടെ ബ്ലോക്കിലും ജില്ലയിലും UDF വിജയിപ്പിച്ചിട്ടുണ്ട്. ദുരന്ത ബാധിതർ തന്നെയാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അത് വിജയിപ്പിച്ചതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഏറ്റവും സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന്റെ കൂടെ തീരുമാനമെടുക്കുന്ന DDMA കോർ ചെയർപേഴ്സൺ ഉള്ളതായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ആ ജില്ലാ പഞ്ചായത്തിന്റെ ആധികാരികമായ ബോഡിയിലേക്കുള്ള ആളെ തീരുമാനിച്ച ദുരന്തബാധിതർ UDF-നെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ തീരുമാനിച്ചത് UDF-നെയാണ്. ദുരന്തബാധിതർ UDF-നോടൊപ്പം മാന്യമായി നിന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ വന്നു എന്നുള്ളത് പരിശോധിക്കും. ഏതാ അവിടെ ബ്ലോക്കിലും ജില്ലയിലും UDF-ന് ആധിപത്യമുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ വന്ന സെറ്റ് ബാക്ക് അതൊന്നും ഘടകമില്ല, അതൊന്നും ഘടകമില്ല. പക്ഷെ ഞങ്ങൾ അത് പരിശോധിക്കും. ഇല്ല, SDPI ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ല. SDPI അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ച എല്ലാ വാർഡിലും SDPI എതിരായി മത്സരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ അടക്കം SDPI എതിരായിട്ട് മത്സരിച്ചു. ഞങ്ങൾക്ക് പിന്തുണ ഒന്നും തന്നിട്ടില്ല. അവിടെ UDF മത്സരിച്ചത് BJPക്ക് എതിരാണ്, UDF മത്സരിച്ചത് SDPക്ക് എതിരാണ്, UDF മത്സരിച്ചത് LDF-നും BJPക്ക് എതിരാണ്. എല്ലാവരും ഞങ്ങൾ അറ്റാക്ക് ചെയ്യായിരുന്നു. പക്ഷെ എന്നിട്ടും അവിടെ ഒരൊറ്റ സീറ്റിന്റെ വ്യത്യാസം, ഒറ്റ സീറ്റ്. അല്ല, അത് പരിശോധിച്ചിട്ട് പറഞ്ഞു. ഞാൻ അവിടുത്തെ രംഗം പറഞ്ഞു. ഞങ്ങളൊക്കെ അവിടെ ക്യാമ്പയിൻ ചെയ്താണ്. ഞങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. CPM ഇടതുപക്ഷം കാലാകാലമായി ഭരിക്കുന്ന 2 സീറ്റിൽ അവർ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ജയിച്ചിട്ടുണ്ട്. തിരുനെല്ലിയിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ചില കാര്യങ്ങൾ. ഇപ്പോ ഞാൻ ഒരു കാര്യം കൂടെ എന്നോട് ഷെയർ ചെയ്യും. കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും നല്ല പ്രസിഡന്റ് ആയിരുന്നു റിനീഷ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിന് പോയൊരു സ്ഥലം, വീട് കയറിയ സ്ഥലം, കുറച്ച് ഏരിയ. ആ റനീഷിന്റെ വാർഡിലെ BJPയുടെ കഴിഞ്ഞ തവണ കിട്ടിയ 56 വോട്ട് കാണില്ല. 50-ലധികം വോട്ട് BJPയുടെ കാണുന്നില്ല. അപ്പോ പലയിടത്തും ഇതിന്റെ ഷെയറിംഗ് നടന്നു എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അതിന്റെ കണക്കും കാര്യങ്ങളും വളരെ വിശദമായി പറയും. പ്രാഥമികമായി ഒരു കാര്യം പറയുന്നു, BJPയുമായി ഒരു രഹസ്യ അണ്ടർസ്റ്റാൻഡിങ് LDF-നുണ്ടായിരുന്നു, CPM-നുണ്ടായിരുന്നു. അതാണ് നേരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞത്. അതിന്റെ ആധികാരികമായ ഡാറ്റ അടക്കം ശേഖരിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഈ വോട്ട് വെട്ടിപ്പോകുന്ന പ്രശ്നങ്ങളെ പല പ്രാദേശിക നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ വാർഡ് വിഭജനം ചെറിയ തോതിൽ പ്രശ്നമാണ്. അതെങ്ങനെ ബാധിച്ചിട്ടുണ്ടോ? എന്താണ് UDF-ന്റെ ഒരു വിലയിരുത്തൽ കാര്യത്തിൽ? ചിലയിടങ്ങളിൽ സമാനമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വോട്ടർ ഞാൻ വീട് കയറി പ്രചരണം നടത്തുമ്പോൾ ഇവർക്കൊക്കെ അനുഭവം ഉണ്ടാവും. ചിലർക്ക് വോട്ടിൽ ഇല്ല, യഥാർത്ഥ വോട്ടർ കഴിഞ്ഞാണ് വോട്ട് ചെയ്തത്. പിന്നെ അതിർത്തി സംബന്ധിച്ചതായിരിക്കുന്ന, അതിർത്തി കയറി വന്നതായിരിക്കുന്ന വോട്ടുകൾ പുനഃക്രമീകരിക്കുന്നതിൽ വന്ന പാളിച്ച, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത് പരാജയ കാരണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ വിജയത്തിന്റെ കാരണം മറ്റൊന്നെന്ന് പറയേണ്ടി വരും. അതിന് കാര്യം